അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ ഈ പുഴയിലേക്ക് മെഡിക്കൽ വേസ്റ്റ്, ടോക്സിക് ആയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് ചാക്ക് കണക്കിന് എന്തുമാത്രം തള്ളിയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ പാലത്തിൻ്റെ ഫൗണ്ടേഷനിൽ ഇവർ തള്ളിയപ്പോൾ വീണതും ചാടിയതുമായിട്ടുള്ളത് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്. അതുകൂടാതെ പാലത്തിൻ്റെ താഴെ കുറേ ചാക്കുകളിൽ നിന്നും നീക്കം ചെയ്തത് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഈ പുഴയിലേക്ക് ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് സമൂഹത്തിന് നേരെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ പ്രശ്നമോ ഫൈനടക്കേണ്ട പ്രശ്നമല്ല, സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്, വലിയ ക്രിമിനൽ കുറ്റമാണ്. ഇത് ഈ വെള്ളം ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളും അതുപോലെ സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ അടക്കമാണ്. മീനും അല്ലെങ്കിൽ മറ്റ് ഇതും ചത്തു വീഴുന്നതിനപ്പുറത്തേക്ക് പൊതുജനം ഉപയോഗിക്കുന്ന ഒരു പുഴയിലേക്ക് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത സംഭവമാണ്. ഞാൻ ഇതിൻ്റെ അധികാരികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇതിൽ ക്രിമിനൽ കേസ് അടക്കം, ഏറ്റവും ഗൗരവമുള്ള ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ മരുന്ന് കമ്പനികൾ ഇതിൻ്റെ ഉത്തരവാദികളാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം അവരുടെ ടൈം കഴിഞ്ഞ ഇതുപോലുള്ള മെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രോട്ടോക്കോളും ഒരു നിയമമുണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, ആരാണിത് ഹാൻഡിൽ ചെയ്തത്, ആർക്കാണിത് ഹാൻഡ് ഓവർ ചെയ്തത്, ആരാണിത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു നിലപാടും ഒരു സമീപനവും ഈ കാര്യത്തിലുണ്ടാകണം. അതിനുവേണ്ടി ഈ നാടിൻ്റെ ജനപ്രതിനിധി MLA എന്ന നിലയിൽ ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും.